മസ്ജിദ് നിർമ്മാണത്തിന് സാഹോദര്യത്തിന്റെ മാധുര്യം ചേർത്ത ചായ വിളമ്പുകയാണ് സുബ്രഹ്മണ്യനും കുടുംബവും. തൃശൂർ മതിലകത്തു നിന്നുമാണ് മതമൈത്രിയുടെ മഹനീയമായ ഈ റിയൽ കേരള സ്റ്റോറി. ചരിത്രപ്രസിദ്ധമായ മതിലകം പുതിയകാവ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പുന്നയ്ക്കവസാർ EVG റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിന്റെ ഹൃദ്യമായ ഈ കാഴ്ച. മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് ചായ കുടിക്കേണ്ട കൃത്യസമയത്ത് തൊട്ടടുത്ത അഴിപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് നല്ല ഉഗ്രൻ ചായ എത്തും. സുബ്രഹ്മണ്യന്റെ ഭാര്യ കൗസല്യയോ പേരക്കുട്ടിയോ മുറതെറ്റിക്കാതെ ചായയുമായി കടന്നുവരും. ഫെബ്രുവരിയിൽ മസ്ജിദിന് വാരം കോരിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ചായ വിളമ്പൽ. 42 പണിക്കാർക്ക് വരെ ചായ നൽകിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾ അനുഭവിക്കുന്ന സുബ്രഹ്മണ്യന്റെ കുടുംബം ഏറെ സ്നേഹത്തോടെ ചായ വിതരണം തുടരുകയാണ്. തങ്ങൾക്കിത് വളരെ സന്തോഷമാണ് നൽകുന്നതെന്ന് സുബ്രഹ്മണ്യനും ഭാര്യ കൗസല്യയും പറയുന്നു. ആദ്യമേ ഉള്ളൊരു സ്വഭാവമാണ്. ഈ കെട്ടിടം പണിത് ഞങ്ങൾ തീരുന്നവരെ ഇതിങ്ങനെയല്ല, തട്ടം മാത്രമല്ല, ജ്യൂസായിട്ടും ചായയായിട്ടും നാരങ്ങവെള്ളമായിട്ടും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പം മൂപ്പര് ഇരിപ്പിലായപ്പോൾ അതിന് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷമാണ്. എന്നോട് ആൾ കൂടിയപ്പോൾ പറഞ്ഞ് വേണ്ടാന്ന്, പക്ഷെ എനിക്ക് മനസ്സനുഭവിച്ചില്ല. മൂപ്പരും പറഞ്ഞ് കൊടുത്ത് സാരില്ല, അതിലൊന്നും നമ്മ നശിക്കാൻ പോണില്ല, സന്തോഷമേ ഉള്ളൂ. ഈ ഒരു വെയിലാണ്. അപ്പം ഞാൻ പറയും ഐറ്റങ്ങൾ വെയിലത്ത് പൊരിയണേ, ഒരു ഗ്ലാസ് പൊരിഞ്ഞ എടുത്തെങ്കിലും ഉപകാരമായിരുന്നു. മനുഷ്യനല്ലേ പണിയെടുക്കുന്നത്, നമ്മളിപ്പോൾ ഇപ്പുറത്ത് പോയി എടുത്തിരുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം പ്രയാസം. ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന വലിയ കാര്യമാണത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കുടുംബം ചെയ്യുന്ന മഹത്തരമായ സൽപ്രവൃത്തിക്ക് പ്രാധാന്യമേറെയാണെന്ന് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി പറഞ്ഞു. എല്ലാ ദിവസവും ചായ ഇവരെ വക പണിക്കാർക്ക് മുടങ്ങാതെ നൽകുകയുണ്ടായി. 5 ആളും 10 ആളും 42 ആൾ വരെയും പണിക്കാരുണ്ടായിട്ടും ഒരു ദിവസം പോലും ഇവർ ചായ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവരെ മനസ്സിനെ വളരെയധികം പ്രശംസിക്കേണ്ടതാണ്. ചായ നൽകുന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരേ മനസ്സാണ്. തൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാക്കറിലാണ് കഴിയുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.